ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുസ്ത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട 8 കാര്യങ്ങളെക്കുറിച്ചാണ് തുടർന്നുള്ള 8 എപ്പിസോഡുകളിലായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 8 ചിന്തകൾ നമ്മെ നയിക്കുന്നത് സമാധാനത്തിലേക്കാണ്. അതായത് സമാധാനത്തിലേക്ക് നയിക്കുന്ന 8 ചിന്തകളെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പ്രവർത്തികളായി മാറുന്നത്, നമ്മുടെ വാക്കുകളായി മാറുന്നത്. തുടർച്ചയായിട്ടുള്ള പ്രവർത്തികളാണ് ശീലങ്ങളാകുന്നത്. ശീലങ്ങൾ ഒരുമിച്ച് കൂട്ടിയാണ് നമ്മൾ ഒരാളുടെ സ്വഭാവം, ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒരാളുടെ ക്യാരക്ടറാണ് അയാളുടെ ഒരു ഡെസ്റ്റിനി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഡെസ്റ്റിനി ഓക്കെ ആകണമെങ്കിൽ നമ്മുടെ ചിന്തകൾ ഓക്കെ ആകണം. എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? എന്തിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കാണ് സമാധാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഈ ഒരു പഠനമാണ് നമ്മളിപ്പോൾ ആരംഭിക്കുന്നത്. ഈ പഠനത്തിൻ്റെ അടിസ്ഥാനമായി നമ്മൾ ഉപയോഗിക്കുന്ന വചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ തിരുവചനമാണ്. ഒരിക്കൽ കൂടി അത് വായിക്കാം. സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുസ്ത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. സത്യമായതിനെക്കുറിച്ച് ചിന്തിക്കണം, വന്യമായതിനെക്കുറിച്ച് ചിന്തിക്കണം, നീതിയുക്തമായതിനെക്കുറിച്ച് ചിന്തിക്കണം, പരിശുദ്ധമായതിനെക്കുറിച്ച് ചിന്തിക്കണം, സ്നേഹാർഹമായതിനെക്കുറിച്ച് ചിന്തിക്കണം, സ്തുത്യർഹമായതിനെക്കുറിച്ച് ചിന്തിക്കണം, ഉത്തമമായതിനെക്കുറിച്ച് ചിന്തിക്കണം, പ്രശംസായോഗ്യമായതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. സത്യമായതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോ പറഞ്ഞു, സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ വന്നത്. പിലാത്തോസിനോട് പറയുകയാണ് ഈശോ. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 37-ഉം 38-ഉം തിരുവചനങ്ങളിലാണ് നമ്മളത് വായിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഞാൻ ലോകത്തിലേക്ക് വന്നതും ഇതിനു വേണ്ടിയാണ്, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം സത്യമാണ്, പുത്രനായ ദൈവം സത്യമാണ്, പരിശുദ്ധാത്മാവായ ദൈവം സത്യമാണ്.
സത്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവിൻ, ദൈവത്തിൻ്റെ വാക്കുകളെക്കുറിച്ച് ചിന്തിക്കുവിൻ, ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് ചിന്തിക്കുവിൻ, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുവിൻ എന്നാണ്. നമുക്കറിയാം, സത്യം, സയൻറ്റിഫിക് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്, ശാസ്ത്രീയമായ സത്യങ്ങളുണ്ട്, ചരിത്രപരമായ സത്യങ്ങളുണ്ട്, ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് എന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മളോട് വചനം ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന സത്യം, ദൈവമെന്ന് പറയുന്ന സത്യത്തെക്കുറിച്ച് ചിന്തിക്കുവിൻ എന്നാണ്. മാറ്റമില്ലാത്തതാണ് സത്യം. ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായവനാണ് സത്യം. യാക്കോബ് ശ്ലീഹ എഴുതുകയാണ്, യാക്കോബ് ശ്ലീഹയുടെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പിതാവിൽ നിന്ന് വരുന്നു. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. പിതാവിനെക്കുറിച്ചുള്ള പുത്രൻ്റെ സാക്ഷ്യമാണ് പിതാവ് സത്യവാനാകുന്നു. അവിടുത്തെ വാക്കുകളും സത്യമുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 40-ാമത്തെ തിരുവചനം, ദൈവത്തിൽ നിന്ന് കേട്ട സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. പിതാവ് പറയുന്നതെല്ലാം സത്യമാണ്. ഈശോ അതുകൊണ്ട് പറയുകയാണ്, പിതാവിൽ നിന്ന് കേട്ട സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈശോ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ്. അതുപോലെ തന്നെ ഈശോ തന്നെക്കുറിച്ച് പറയുകയാണ്, പുത്രനായ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. അപ്പോൾ സത്യമായതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് മാത്രമല്ല, പുത്രനെക്കുറിച്ച് ചിന്തിക്കുക എന്നുകൂടെ അർത്ഥമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു വഴി ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവായ ദൈവം സത്യമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. യോഹന്നാൻ 16:13 ഈശോ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുകയാണ്, സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് സത്യമാകുന്നു. യോഹന്നാൻ 14, 16, 17 തിരുവചനങ്ങളിൽ ഈശോ പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ പറയുന്ന പേരാണ് സത്യത്തിൻ്റെ ആത്മാവ്. യോഹന്നാൻ 15:26, ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:6 യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്, കാരണം ആത്മാവ് സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ പറയട്ടെ, സത്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പൗലോസ് പറയുമ്പോൾ പിതാവിനെക്കുറിച്ച് ചിന്തിക്കുക എന്നർത്ഥമുണ്ട്, പുത്രനെക്കുറിച്ച് ചിന്തിക്കുക എന്നർത്ഥമുണ്ട്, സത്യമായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിക്കുക എന്നർത്ഥമുണ്ട്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാകുക. നമ്മളുടെ മനസാക്ഷിയോടുള്ള ഒരു ചോദ്യം ഇതാണ്, ഞാൻ ആരെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്?
ആരുടെ വാക്കുകളെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ആരുടെ പ്രവർത്തികളെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ആരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? സത്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന ഈ വചനവിചിന്തന ഭാഗത്തിൽ നമുക്ക് പിതാവായ ദൈവത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാം. പിതാവായ ദൈവം സ്രഷ്ടാവായ ദൈവമാണ്. അവിടുന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ ആരംഭിക്കുന്നത്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. പ്രപഞ്ചത്തിലുള്ള എല്ലാം ദൈവമാണ് ക്രമപ്പെടുത്തിയത്. ദൈവം സൃഷ്ടിക്കുന്നവനാണ്. അവിടുന്ന് സ്രഷ്ടാവായ ദൈവമാണ്. നെഹമിയായുടെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, നെഹമിയ 9:6. അവിടുന്ന് മാത്രമാണ് കർത്താവ്. അവിടുന്ന് ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും ആകാശ സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. അവിടുന്ന് അവയെ സംരക്ഷിക്കുന്നു. ആകാശഗോളങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. എല്ലാം സൃഷ്ടിച്ചവനുള്ള വാഴ്ത്തുപാട്ട് നിരന്തരം നമ്മൾ വചനത്തിൽ കേൾക്കുന്നുണ്ട്. രണ്ടാമതായി ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടുന്ന് ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവമാണെന്ന് ചിന്തിക്കണം. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറഞ്ഞു വിടുകയും ചെയ്ത ദൈവമല്ല, അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവമാണ്. അവൻ്റെ ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവമാണ്. ആദത്തോടും ഹവ്വായോടും കൂടെ പറുദീസയിൽ ഓരോ ദിവസവും സായാഹ്നത്തിൽ നടക്കുവാൻ പോയ ദൈവം, അവർ പാപം ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് പാപത്തിനുള്ള ശിക്ഷ വിധിക്കുന്ന ദൈവം, പറുദീസയിൽ നിന്ന് പുറത്താക്കുന്ന ദൈവം, രക്ഷകനെ വാഗ്ദാനം ചെയ്ത ദൈവം, അബ്രഹത്തെ വിളിക്കുന്ന ദൈവം ചരിത്രത്തിലേക്ക് ഇടപെടുകയാണ്. മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് ദൈവം ഇടപെടുന്നു. പാപം വർദ്ധിച്ച സമയത്ത് പ്രളയം വരികയും പ്രളയം കൊണ്ടുവരികയും നോഹയുടെ പെട്ടകത്തിലൂടെ മനുഷ്യ വംശത്തെ അവിടെ നിന്ന് രക്ഷിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട്. ചരിത്രത്തിൽ ദൈവം ഇടപെടുകയാണ്. ബാബേൽ ഗോപുരത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. ദൈവത്തിനെതിരെ മനുഷ്യൻ മത്സരിക്കുന്ന സമയത്ത് വീണ്ടും ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ ഭാഷകൾ ചിതറിക്കുകയും അവരെ പലയിടങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്യുന്ന ദൈവം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ നിരന്തരം ഇടപെടുന്ന ഒരു ദൈവമാണെന്ന സത്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മൂന്നാമതായി, ദൈവം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നവനാണ്. അബ്രഹത്തെ വിളിക്കുന്ന ദൈവം, ഇസഹാക്കിനെ തിരഞ്ഞെടുക്കുന്ന ദൈവം, യാക്കോബിനെ തിരഞ്ഞെടുക്കുന്ന ദൈവം, എല്ലാം അതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളട്ടെ എന്നല്ല ദൈവം പറയുന്നത്. ഇസഹാക്കിനെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. യാക്കോബിനെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയാണ്. യാക്കോബിൻ്റെ 12 മക്കളിൽ ജോസഫിനെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയാണ്. മോശയെ ദൈവം വിളിക്കുകയാണ്. പുരോഹിതനാകാൻ അഹറോനെ ദൈവം നിയമിക്കുകയാണ്. ലേവി വംശത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നു, നിയോഗിക്കുന്നു. ജോഷുവയെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ന്യായാധിപന്മാരെ ദൈവം തിരഞ്ഞെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ദൈവമാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ, സഭയിൽ ദൈവം തിരഞ്ഞെടുപ്പ് നടത്തുന്നു. സമൂഹത്തിൽ ദൈവം തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ദൈവം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മൂന്നാമത്തെ ചിന്ത അതാണ്, ദൈവം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നവനാണ്. ഇസ്രായേൽ ജനത്തെ അവിടുന്ന് തിരഞ്ഞെടുക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുകൾ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ യോഗ്യതകൾ കൊണ്ടല്ല. നിയമാവർത്തനം 7:7 മോശ എഴുതുകയാണ്, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും
മറ്റ് ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെക്കാളും ചെറുതായിരുന്നു. കർത്താവിൻ്റെ കാരുണ്യമാണ് തെരഞ്ഞെടുപ്പിൻ്റെ പിറകിലുള്ളത്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഭൂമിയിൽ ലോകത്തിൽ ബലഹീനമായതിനെ കർത്താവ് തിരഞ്ഞെടുത്തത് കർത്താവിൻ്റെ അപരിമേയമായ ശക്തി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാലാമതായി ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ചിത്രം വരുന്നത് വിമോചകനായ ദൈവം. നമുക്കറിയാം, ഇസ്രായേൽ ജനത ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞവരായിരുന്നു. ഈ അടിമകളായി കഴിഞ്ഞ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം, മുൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിഞ്ഞു. ദൈവം, വിമോചകനായ ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ ക്ലേശങ്ങൾ കണ്ടു, ഞാൻ അവരുടെ രോദനം, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോചിപ്പിക്കുന്നു. പിന്നീട് നമുക്കറിയാം, ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്ക് പോയ ജനത്തെ ദൈവം അവിടെ നിന്നും മോചിപ്പിക്കുന്ന ഒരു ചരിത്രം ബൈബിളിലുണ്ട്. ദൈവം നിരന്തരം ഇറങ്ങി വരുന്നത് മോചനം നൽകാനാണ്. പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ സമർപ്പിക്കുന്നു, ബലിയായി അർപ്പിക്കുന്നു. ദൈവം മോചനം നൽകുന്നവനാണ്, വിടുതൽ നൽകുന്നവനാണ്. നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, ചങ്ങലകൾ എടുത്തു മാറ്റുന്നവനാണ് ദൈവമെന്ന് നീ ചിന്തിക്കണം. സത്യമായതിനെക്കുറിച്ച് ചിന്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഈശോ പിതാവിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ചിത്രങ്ങളുണ്ട്. എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ് പിതാവെന്ന്. ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈശോ പറയുകയാണ്, പിതാവായ ദൈവം അവിടുന്ന് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45-ാമത്തെ തിരുവചനം, അവിടുന്ന് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുൻപിൽ മുഖം നോട്ടമില്ല. അവിടുന്ന് എല്ലാവരുടെയും ദൈവമാണ്, എല്ലാവരെയും സ്നേഹിക്കുന്നവനായ കർത്താവാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 34-35 തിരുവചനങ്ങളിൽ കൊർന്നേലിയുസിൻ്റെ വീട്ടിൽ, വിജാതീയനായ കൊർന്നേലിയുസിൻ്റെ വീട്ടിൽ പത്രോസ് നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:34-35. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി, സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏതു ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായും അറിയുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:34-35 തിരുവചനങ്ങളാണ്. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏതു ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ അറിയുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്ന പിതാവായ ദൈവം, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും സംലഭ്യനായ ദൈവം. വചനം പറയുന്നത് എങ്ങനെയാണ്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആറാമതായി പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം കാരുണ്യവാനായ ദൈവമാണ്. ലൂക്കായുടെ സുവിശേഷം
6-ാം അധ്യായം 36-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. പിതാവായ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുത്തുന്ന ഉപമകൾ ഈശോ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചു. ധൂർത്തപുത്രൻ്റെ പിതാവായ ദൈവത്തിൻ്റെ പ്രതീകമാണ്. പാപം ചെയ്ത് തിരിച്ചു വരുന്നവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അവൻ ആവശ്യമുള്ളതെല്ലാം നൽകുന്ന, അവൻ്റെ പഴയ വസ്ത്രം മാറ്റുന്ന, അവൻ്റെ കാലുകളിൽ ചെരുപ്പ് ധരിപ്പിക്കുന്ന പിതാവായ ദൈവം മടങ്ങി വന്നവന് വേണ്ടി വീണ്ടും വിരുന്നൊരുക്കുന്ന പിതാവായ ദൈവം. പിതാവായ ദൈവം കാരുണ്യവാനായ ദൈവമാണ്. അവിടുത്തെ കരുണ എല്ലാ മുറിവേറ്റവരുടെ മേൽ, അനാഥരുടെ മേൽ, വിധവകളുടെ മേൽ, അവിടുത്തെ പക്കലേക്ക് ഓടിയെത്തുന്ന എല്ലാവരുടെയും മേൽ കരുണ പെയ്തിറങ്ങുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 7-ാമതായി സത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പിതാവായ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ളൊരു ചിത്രം, ആരുടെയും നാശം ആഗ്രഹിക്കാത്തവനാണ് പിതാവ് എന്നതാണ്. ആരും നശിച്ചു പോകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എസെക്കിയേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. എസെക്കിയേൽ 18:23 വചനം പറയുകയാണ്, ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം. ദുഷ്ടൻ്റെ മരണത്തിൽ ദൈവം സന്തോഷിക്കുന്നില്ല. അവൻ മനസ്സു തിരിയണമെന്നും തന്നിലേക്ക് തിരിച്ചു വരണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവസാനമായി ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മുടെ രക്ഷയ്ക്കായി തൻ്റെ ഏകജാതനെ ബലിയർപ്പിച്ചവനാണ് പിതാവായ ദൈവം. തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. സത്യമായത് ചിന്തിക്കുന്നവർ ചിന്തിക്കേണ്ടത് പിതാവായ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെക്കുറിച്ചാണ്. നമുക്ക് വേണ്ടി എത്ര വലിയ ത്യാഗവും ചെയ്യാൻ തയ്യാറുള്ള പിതാവായ ദൈവം. നാം രക്ഷ പ്രാപിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം ആഗ്രഹിക്കുന്ന ഒരു പിതാവ് നമുക്ക് ഉണ്ട്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വചനം നമ്മോട് പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: സത്യമായതിനെക്കുറിച്ച് ചിന്തിക്കുക. പിതാവായ ദൈവം സത്യമാണ്. പിതാവായ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ പിതാവായ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാകുമ്പോൾ സ്വർഗീയമായൊരു സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. നമുക്ക് കണ്ണുകളടക്കാം. നമ്മൾ കേട്ട വചനം നമ്മിൽ മാംസം ധരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ വചനം മാംസം ധരിച്ചതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും വചനം മാംസം ധരിക്കാൻ ഇടവരട്ടെ. സത്യമായതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നതിനുള്ള കൃപ പിതാവായ ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പ്രവർത്തികളെക്കുറിച്ച്, അങ്ങയുടെ ഇടപാടുകളെക്കുറിച്ച്, അങ്ങയുടെ നിലപാടുകളെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ, അതിനെക്കുറിച്ച് ഓർക്കാൻ, അങ്ങ് ചരിത്രത്തിൽ ഇടപെടുന്നത്, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കരുണയായി കടന്നു വരുന്നത് അനുഭവിക്കുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തക്കടലിൽ ഞങ്ങളെ കഴുകുകയും മുക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ചിന്തകളെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പിതാവായ ദൈവം സത്യമായിരിക്കുന്നത് ഓർക്കാൻ ഞങ്ങൾക്ക് വരം നൽകണമേ. പുത്രനായ ദൈവം സത്യമായിരിക്കുന്നത് ധ്യാനിക്കുവാൻ വരം നൽകണമേ. സത്യമായ പരിശുദ്ധാത്മാവിനാൽ എപ്പോഴും നയിക്കപ്പെടാൻ, അങ്ങനെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ ഞങ്ങൾക്ക് വരം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.